ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി. ബെഞ്ചിൽ വനിതാ ജഡ്ജിയും. കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. സിനിമാ ലൊക്കേഷനുകളിൽ പരിശോധന നടത്തുമെന്ന് വനിതാ കമ്മീഷൻ. ബലാത്സംഗ കേസിൽ DGPക്ക് പരാതി നൽകി നിവിൻ പോളി. സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച് സപ്ലൈകോ. അരിക്കും പഞ്ചസാരയ്ക്കും കൂട്ടിയത് 3 രൂപ വീതം. തുവരപ്പരിപ്പിന് 4 രൂപ കൂട്ടി. വില വർധനവിനെ ന്യായീകരിച്ച് മന്ത്രി GR അനിൽ. മാർക്കറ്റ് വില അനുസരിച്ച് ചില ക്രമീകരണങ്ങളാണ് വരുത്തിയതെന്ന് പ്രതികരണം. കോഴിക്കോട് മാമി തിരോധാന കേസ് CBIക്ക് വിടാൻ ശുപാർശ. DGPക്ക് ശുപാർശ നൽകിയ മലപ്പുറം SP. നടപടി കുടുംബത്തിന്റെ ആവശ്യം കണക്കിലെടുത്ത്. കോഴിക്കോട് ബസിന്റെ ലിവർ എടുത്ത് തലക്കടിച്ച കേസിൽ ഡ്രൈവർ അറസ്റ്റിൽ. PK ഷഹീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ആക്രമണം സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. കേരള വിഷന്റെ ലക്ഷ്യം സംരംഭക മാതൃക സൃഷ്ടിക്കലെന്ന് സംരംഭക കൺവെൻഷൻ. വൈദ്യുതി പോസ്റ്റ് വാടക വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ബെന്നി ബെഹനാൻ MP. കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമിന് പ്രൗഢഗംഭീരമായ തുടക്കം. കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് എന്ന കീ OTT പ്ലാറ്റ്ഫോം രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ പുരസ്കാര വിതരണം വൈകിട്ട്. വാലന്റിയർ പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടിക പുറത്ത്. ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും പട്ടികയിലില്ല. ഇരുവരും പട്ടികയിൽ നിന്ന് പുറത്താകുന്നത് 2003 ശേഷം ഇതാദ്യം. വാർത്തയിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി. വനിതാ ജഡ്ജി ഉൾപ്പെട്ട ബെഞ്ചാണ് ഇനി കേസുകൾ പരിഗണിക്കുക. വിശദാംശങ്ങളുമായി എബി ചേരുന്നു. എബി, ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് പ്രത്യേക ബെഞ്ച് എന്ന തീരുമാനത്തിൽ കോടതി എത്തിച്ചേർന്നത്?